അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ പല ആവശ്യങ്ങളും പല വിഷയങ്ങളും മനസ്സിൽ വച്ചുകൊണ്ട് സിയാറത്ത് വേളകൾ പോകാറുണ്ട്. ഓരോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നമ്മളെപ്പോഴും ഓർക്കുന്ന പല പല മക്കാമുകളിൽ നമ്മളെപ്പോഴും സിയാറത്തിന് വേണ്ടി പോകാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും മക്കാമിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ യാത്രയിൽ അധികം സംസാരങ്ങൾ ചുരുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, ശേഷം സ്വലാത്തുകൾ ചൊല്ലുക. ആ സ്വലാത്ത് ഏത് മക്കാമിലാണ് പോകുന്നത് ആ മക്കാമിൽ നമ്മളവിടെ സമർപ്പിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ആ മക്കാമിലെത്തിയാൽ മിക്കവരും ചെയ്യുന്ന കാര്യമാണ് സലാം പറയുക, ഓടിപ്പോയി യാസീൻ ഓതി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് സലാം പറഞ്ഞ് തിരിച്ചു വരിക. ഒരു കാര്യം മനസ്സിലാക്കുക, കിടക്കുന്ന മഹാന്മാർക്ക് നമ്മുടെ യാസീൻ്റെ ഒരു ആവശ്യമില്ല. അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് അള്ളാഹുവിലേക്ക് അവർ ലയിച്ച് ദുനിയാവിൻ്റെ എല്ലാ വിചാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവർ ഈമാൻ മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ വഴിയിലായി ജീവിച്ച് മരിച്ചവരാണ്. നമ്മൾ നമ്മുടെ വിഷയങ്ങളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ചു നേരം ഇരിക്കാനുള്ള സമയത്താകുക നമ്മുടെ സിയാറത്തുകൾ. അതല്ലാതെ നമ്മൾ ഓടിപ്പോയി പെട്ടെന്ന് എന്തോ കഴിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞ് തിരിച്ചു വന്ന് എല്ലാം ശരിയായി എന്നൊരു സിയാറത്ത് ആരും ചെയ്യാതിരിക്കലാണ് ഹൈറ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ അവിടെ ഏതെങ്കിലും മക്കാമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വയസ്സ് എത്രയാണോ വയസ്സിനനുസരിച്ചുള്ള ഫാത്തിഹ ഓതുക. ഉദാഹരണം, ഇപ്പോൾ 10, 30, 35, 40 വയസ്സുള്ള ഏതെങ്കിലും സഹോദരന്മാരാണെങ്കിൽ ആദ്യം റസൂലുള്ളാഹിയുടെ പേരിലൊരു ഫാത്തിഹ ഓതുക, ശേഷം ആ മഹാൻ്റെ പേരിലൊരു ഫാത്തിഹ ഓതുക, ശേഷം നമ്മുടെ മരിച്ചുപോയ നമ്മളെ ഇത്ര ദീനുമായ രംഗത്തേക്ക് ഇത്ര കൈപിടിച്ച പ്രിയ ഉമ്മമാർ ഖബറിലാണെങ്കിൽ അവരുടെ പേരിൽ ഫാത്തിഹ ഓതുക. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തിനു വേണ്ടി ഫാത്തിഹ ഓതുക. ശേഷം നമ്മുടെ വയസ്സിന് എത്ര വയസ്സുണ്ടോ അത്രയും ഫാത്തിഹ ഓതുക. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം വലതുവശത്തെ തലയിൽ ഫാത്തിഹ ഓതിയ ശേഷം കൈകളോട് തലയിലൊന്ന് തടവുക. ശേഷം കൈയിലൂതിയിട്ട് വലത്തെ ഷോൾഡർ, ശേഷം ഇടത്തെ ഷോൾഡർ, ശേഷം 2 കൈയുടെ കൈപ്പത്തി, അതുപോലെ തന്നെ കാലിൻ്റെ മുട്ട്, 2 കാലിൻ്റെ മുട്ട്, ശേഷം നെഞ്ചത്തും ഒന്ന് തടവുക. അങ്ങനെ ഈ ഫാത്തിഹയുടെ എണ്ണം എവിടെ 30, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 35 ആണെങ്കിൽ ആ 35 ഫാത്തിഹ എവിടെ തീരുന്നോ അവിടെ നിർത്തുക. ശേഷം നല്ലതുപോലെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിന് ഫലം കാണുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ. അല്ലാഹു തആല എല്ലാവിധ വിഷമങ്ങളും മാറ്റി, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആരൊക്കെ സിയാറത്തുകൾ ചെയ്യുന്നതെങ്കിലും അല്ലാഹു തആല ആ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല ആ വിഷയങ്ങളിലൊക്കെ അവർ ആഗ്രഹിച്ച ഫലം നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.